എല്ലാത്തിനും ഒരു ക്രമം ഉണ്ടാവണം. അതിപ്പോൾ IAS IPS ജോലികൾക്ക് മാത്രമല്ല കേട്ടോ, സിവിൽ സർവീസിന് മാത്രമല്ല, എല്ലാത്തിനും നമ്മൾ കൃത്യമായ ഒരു ക്രമം ഉണ്ടാക്കി ആ ക്രമത്തിലൂടെ മുന്നോട്ട് പോകണം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ചെറിയ കുട്ടികളാണ്, നിങ്ങളുടെ തന്നെ സ്വന്തം അക്കാഡമിക് വർക്കുകളുണ്ട് ഇല്ലേ? അതിൻ്റെ ഒപ്പം നിങ്ങളൊരു ടാർഗറ്റ് നിശ്ചയിച്ച് ഭാവിയിൽ എനിക്കിതാവണം, അതുകൊണ്ട് ഞാൻ പരിശ്രമിക്കണം എന്നുള്ള നിലയിലും മുന്നോട്ട് പോകാനുണ്ട്. ഇതിനെല്ലാം നിങ്ങൾക്ക് കൃത്യമായി സമയം വിഭജിച്ച് കൊടുക്കണം. എന്നിട്ട് ആ സമയത്ത് അത് ചെയ്യണം. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അവസരങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചൊരു അവസരമാണ്. ഒരുപാട് സ്പീക്കേഴ്സ് വരുന്നു, അതിൽ തന്നെ IAS ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളുണ്ട്. അവരെ കേൾക്കുക, അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുക, ഇത് പ്രധാനപ്പെട്ടതല്ലേ? അപ്പോൾ ഇതൊരു അവസരമാണ്. ഇതുപോലെയുള്ള അവസരങ്ങൾ വന്നാൽ ആ അവസരങ്ങൾ വിനിയോഗിക്കുക, സമയം വെറുതെ പാഴാക്കി കളയാതിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. സമയം എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചു കിട്ടാത്ത ഒരു കാര്യമാണ്. ബാക്കി പല കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ പോയാൽ പിന്നെയും കിട്ടുമല്ലോ എന്ന് വിചാരിക്കാം. പക്ഷേ ഈ സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല. സമയം പോയാൽ പിന്നെ കിട്ടുകയില്ല. അപ്പം നമ്മൾ സമയം ഏറ്റവും യുക്തിഭദ്രമായി, ഏറ്റവും കൃത്യമായി ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റും. പ്രതിഭ ഉണ്ടായതുകൊണ്ട്, നിങ്ങളിൽ പ്രതിഭയുള്ള ധാരാളം ആളുകളുണ്ടാവും. ഒരാളുടെ പ്രതിഭ അയാൾക്കുണ്ട്, നൈസർഗികമായ പ്രതിഭയുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾ സക്സസ്ഫുൾ ആകണം എന്നില്ല. സക്സസിനെ നിർണ്ണയിക്കുന്നത് നിങ്ങൾ ആ പ്രതിഭയെ എങ്ങനെ തേച്ചു മിനുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ പരിശ്രമം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നിടത്താണ് പ്രതിഭ എന്നുള്ളത് വിജയമായി മാറുന്നത്. നിരന്തരമായ പരിശീലനവും കഠിനാധ്വാനവുമാണ് ഏതൊരു മനുഷ്യന്റെ വിജയരഹസ്യം. എത്ര കഴിവുള്ള ആളാണെങ്കിലും ആ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും നിരന്തരമായ പരിശീലനവും ആവശ്യമാണ്. നിങ്ങളുടെ മകനോ മകളോ ഒരു IAS കാരനോ IPS കാരിയോ ആയി കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഇന്ന് മുതൽ തന്നെ പഠിച്ചു തുടങ്ങട്ടെ. ഇന്ത്യയെക്കുറിച്ചും ലോകത്തെക്കുറിച്ചുമുള്ള ചെറിയ പാഠങ്ങൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂൾ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സിവിൽ സർവീസ് ടാലന്റ്